ഏതൊരു ബലപ്രയോഗത്തിനും തുല്യവും എതിർദിശയിലുള്ളതുമായ ബലപ്രയോഗമുണ്ടാവുമെന്നതാണല്ലോ മൂന്നാം ചലന നിയമം. അത് യാഥാർത്ഥ്യമായി. കേരളത്തിൽ ഒരു ഹൈന്ദവ മുന്നേറ്റം ഉണ്ടായപ്പോൾ ദില്ലിയിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായി. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കണ്ണും മൂക്കും ഇല്ലാതെ പോവുകയാണ്. അതെ അതെ, കുഞ്ഞാപ്പ പറഞ്ഞതാണ് ശരി. അദ്ദേഹം പാർലമെന്റ് അംഗമായതോടെ മുസ്ലിം ലീഗ് കണ്ണും മൂക്കുമില്ലാതെ പോവുകയാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക്. കൽക്കട്ടയിലും ബോംബെയിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദില്ലിയിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. 1947 ശേഷം ഈ ട്രൂപ്പിന്റെ കലാപരിപാടി അപൂർവമായി മാത്രമേ ദില്ലിയിൽ അരങ്ങേറിയിട്ടുള്ളൂ. മലപ്പുറത്തെ പോലെ തന്നെ ദില്ലിയിലും മാർച്ചിന്റെ അളവ് നോക്കുന്നത് കുഞ്ഞാപ്പ തന്നെയാണ്. This march is 101% a success. There is no doubt about it. हमारा मार्च सक्सेस हो गया है, इसलिए हम सोचता है ये किलिंग बंद हो जाएगा. पूरा भारत में ये किलिंग बंद हुआ. हर एक दिन एक किलिंग है, किसी न किसी पार्ट ऑफ आवर भारत में हर एक डे एक किलिंग है. ഭാരതത്തിൽ ദിവസത്തിൽ 1 എന്ന തോതിൽ കില്ലിംഗ് നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉറുദുവിൽ പറയുന്നത്. പണ്ട് മുഗൾ ഭരണകാലത്ത് പാർസിയും ഹിന്ദുസ്ഥാനിയും ചേർന്ന് ഉറുദു ഉണ്ടായി വന്നതുപോലെ ഉറുദുവും ഇംഗ്ലീഷും ചേർന്ന് കുഞ്ഞാലിക്കുട്ടിക്കായി ഒരു ഭാഷ ഉണ്ടായി വരും, ഉറപ്പ്. हमारा भारत ऐसा नहीं था. ये भारत सबको एक ही था, एक तरह था. सबको इधर जी सकता था. अभी तो जीना मुश्किल हो गए. Certain people for certain section it has become difficult to live here. It is very sad. It is very sad. So such a sad situation should not go again and again, and such killings should not happen again and again. बंद हो जाना है. आज राज्यसभा में ये मैटर has come up in Rajya Sabha, again in Lok Sabha we try to bring up all the opposition parties. सभी opposition party अब एक हो जाए. आज वाइस प्रेसिडेंट इलेक्शन है, उसका नॉमिनेशन के लिए हमको उधर रहना पड़ा, इसलिए हम डर हो गए इधर. സത്യം, പ്രതിപക്ഷ ഐക്യം സാധ്യമായി. പി.കെ. കുഞ്ഞാലിക്കുട്ടി ദില്ലിയിൽ കാലുകുത്തിയതേ അതു സാധ്യമായി. God
മാർച്ച് അത് ഈ നാടിന്റെ ഒരു വികാരമാണ് ഈ മാർച്ച് ഉയർത്തിക്കാട്ടുന്നത്. ഇവിടുത്തെ പോലെ തന്നെ അവിടെയും മുന്നണി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും ഉമ്മൻചാണ്ടിയും. അതൊക്കെ എന്തോ ആവട്ടെ. ഇനി എന്താണാവോ പരിപാടി? ഇനിയിപ്പോൾ ഞങ്ങളവിടെ ഒരു തിങ്ക് ടാങ്ക് മീറ്റിംഗ് ഞങ്ങൾ ഗോവയിൽ വെച്ച് കൂടുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പോലുള്ള ഒരു സംഘടനക്ക് ഒരു പരിമിതിയില്ലാതെ മറ്റു മതേതര സംഘടനകളും ഒക്കെ ആയിട്ട് ചേർന്ന് ഒരു ഫ്രണ്ട് എന്നുള്ള രൂപത്തിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുമോ ഇല്ലേ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഞങ്ങൾ ശക്തി പ്രാപിക്കേണ്ടത് ഓരോ സ്റ്റേറ്റിലും, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ എസ്പെഷ്യലി. ഇപ്പോൾ കേരളത്തിൽ ഒരു സംശയമില്ലാതെ അക്സെപ്റ്റ് ചെയ്ത ഒരു പാർട്ടിയാണ് പ്രവർത്തന റെക്കോർഡ് കൊണ്ട് മുസ്ലിം ലീഗ്. തമിഴ്നാട്ടിലും അതെ, ആർക്കും ഒരു സംശയവുമില്ല. അതുപോലെ മറ്റേ ഹിന്ദി ഹാർട്ട്ലാൻഡ് ഞങ്ങൾക്ക് വേരോടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വഹാബ് പറഞ്ഞത് കറക്റ്റാണ്. ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഈ ചാലഞ്ച് പാർട്ടി എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ വേര് പിടിച്ചു കിട്ടാനായി വിഭജനത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന ആ പേരും കൊടിയും മാറ്റണമെങ്കിൽ അതും മാറ്റുമായിരിക്കും. പൊളിമിക്സിൻ്റെ ഒരു സംശയമാണ്. മറുപടി തരേണ്ടത് കാലമാണ്, ലീഗല്ല. ഏതായാലും കോലം മാറുമല്ലോ. അപ്പോൾ കാണാം. നന്ദി, നമസ്കാരം.